എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. തികച്ചും വ്യത്യസ്തമായ നെത്തോലി മീൻ വെച്ചുള്ള ഫ്രൈ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നത്തോലി ഒരു ചെറിയ മീനല്ല. ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ നത്തോലി വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതിലൂടെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഇല്ലാതാവുന്നു. നാഡീവ്യവസ്ഥയെ ഉദ്ദീപിപ്പിക്കുന്നതിന് നത്തോലി കഴിക്കുന്നത് നല്ലതാണ്. ഇതിലടങ്ങിയിട്ടുള്ള വിറ്റമിൻ ഇ ശരീരത്തിന് ഉന്മേഷവും ഊർജവും നൽകുന്നു. ചർമ്മത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിലും നത്തോലിക്ക് പ്രത്യേക പങ്കുണ്ട്. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ഇത് സഹായിക്കുന്നു. കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് നത്തോലി. മാത്രമല്ല വിറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട് എന്നത് കുട്ടികളിൽ എല്ലിന് ബലം നൽകുന്നതിന് സഹായിക്കുന്നു. അതുപോലെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും കാഴ്ചയ്ക്കും ഏറ്റവും അധികം സഹായിക്കുന്ന മത്സ്യമാണ് നത്തോലി. മാത്രമല്ല പ്രായാധിക്യം കാരണം കണ്ണിനുണ്ടാകുന്ന എല്ലാവിധ കാഴ്ച പ്രശ്നങ്ങൾക്കും നത്തോലിയിൽ പരിഹാരമുണ്ട്. അതുപോലെ തടി കുറയ്ക്കുന്ന കാര്യത്തിൽ നത്തോലി ഒരിക്കലും ചെറുതല്ല. കാരണം നത്തോലിയുടെ ഉപയോഗം ശരീരത്തിലെ അമിത കൊഴുപ്പിനെ ഇല്ലാതാക്കുന്നു. മാത്രമല്ല ഇത് പ്രദാനം ചെയ്യുന്ന പ്രോട്ടീൻ തടി കുറയ്ക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നു. കടൽ വിഭവങ്ങളിൽ ഇത്രയധികം വൃത്തിയുള്ള മത്സ്യം വേറെയില്ലെന്ന് തന്നെ പറയാം. ഇതിൽ ടോക്സിൻ്റെ അളവ് വളരെയധികം കുറവാണ്. ഇത് ആരോഗ്യ പ്രശ്നങ്ങളെയെല്ലാം പരിഹരിക്കും എന്നതാണ് സത്യം. ഓരോ മീനിൻ്റെയും ഗുണങ്ങൾ അറിഞ്ഞ് കഴിക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നത്തോലി ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഇതിന് നത്തോലി വൃത്തിയായി കഴുകിയെടുക്കുക. കല്ലുപ്പ് ചേർത്ത് കഴുകിയാൽ ഉളുമ്പ് മണം മാറിക്കിട്ടും. 1/2 കിലോ നത്തോലിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നത്തോലിയിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇതിൽ ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടിക്ക് എരിവ് കുറവായിരിക്കും. മീൻ വറക്കുമ്പോൾ നല്ല കളർ കിട്ടുകയും ചെയ്യും. സാധാരണ മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 1 സ്പൂൺ ചേർത്താൽ മതി. എരിവ് നിങ്ങളുടെ വീട്ടിലെ കുടുംബാംഗങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. ഇനി ഇതിൽ പെരുംജീരകം പൊടിച്ചത് 1/4 സ്പൂൺ ചേർക്കാം. അതുപോലെ 1/4 സ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. സാധാരണ മീൻ വറക്കുമ്പോൾ അധികമാരും ചേർക്കാത്ത 2 ഇൻഗ്രീഡിയൻസ് ആണ് ഇവ. ഹോട്ടൽ സ്റ്റൈലിലാണ് നമ്മളിതിവിടെ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കുക. 1 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1/2 മുറി നാരങ്ങ പിഴിഞ്ഞ നീര് കൂടി ചേർക്കുക. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ഫ്രഷായി പൊടിച്ച കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. നല്ല ക്രിസ്പിയായി കിട്ടാൻ 2 സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം. മീൻ വറുക്കുന്നതിന് അത്യാവശ്യമായ കുറച്ചധികം കറിവേപ്പില കൂടി ചേർക്കുക. 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് എല്ലാം നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുക. മസാല പുരട്ടി 1/2 മണിക്കൂറെങ്കിലും വെച്ച് വറുത്തെടുത്താൽ മസാല മീനിൽ നല്ലപോലെ പിടിച്ചിരിക്കും. 1/2 മണിക്കൂറിന് ശേഷം ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. വെളിച്ചെണ്ണയിലാണ് നമ്മൾ മീൻ വറുക്കുന്നത്. കുറച്ച് എണ്ണ കടായിലേക്ക് ഒഴിക്കുക. ഡീപ്പ് ഫ്രൈ ആയിട്ടാണ് നമ്മൾ മീൻ വറുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഷാലോ ഫ്രൈ ചെയ്തും എടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ മസാല പുരട്ടി വെച്ച മീൻ ഇട്ട് കൊടുക്കുക. കടായിയുടെ വലിപ്പം, ഒഴിക്കുന്ന എണ്ണ എന്നിവയ്ക്കനുസരിച്ച് മീൻ ഇട്ട് കൊടുക്കാം. കുറേശ്ശെയായിട്ടാണ് നമ്മൾ മീൻ വറുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 വശവും തിരിച്ചും മറിച്ചും ഇട്ട് വറുക്കുക. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് വറക്കാം. ഇങ്ങനെ എത്ര മീൻ വേണമോ അത്രയും പൊരിക്കുക. ബാക്കിയുള്ള മീൻ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് വെച്ചാൽ ആവശ്യാനുസരണം പൊരിക്കാം. ഒരു ദിവസത്തിൽ കൂടുതൽ ഫ്രിഡ്ജിൽ മീൻ വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. കഴിയുന്നതും ഫ്രഷായി തന്നെ വറുത്ത് ഉപയോഗിക്കുന്നതാണ് ഉചിതം. പാലക്കാട് പൊതുവെ ഫ്രഷ് ഫിഷ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മുടെ നല്ല സ്വാദുള്ള നത്തോലി മീൻ ഫ്രൈ റെഡി. ചോറിൻ്റെ കൂടെ നത്തോലി ഫ്രൈയും നമ്മുടെ നാടൻ മുളകോർത്ത പുളിയും കുറച്ച് തൈരും അച്ചാറും പപ്പടവും ഉണ്ടെങ്കിൽ മറ്റൊന്നും വേണ്ട. എല്ലാവരും ഇങ്ങനെ ഒന്ന് മീൻ പൊരിച്ചു നോക്കൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം.
താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.